So hi guys, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ലോങ് ടേം റിവ്യൂ ചെയ്യാൻ പോവാണ് സാംസങ് ഗാലക്സി F14നെ പറ്റിയിട്ട്. സാംസങ് ഗാലക്സി F14 ഞാൻ ഒരു 5 മന്ത്സായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ഈസ് ഇറ്റ് വർത്ത് ബൈങ് ഇൻ 2024 അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയനാണ് പറയാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ PLS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഫുൾ HD PLS LCD ഡിസ്പ്ലേ. ഇപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ആംബ്ലറ്റ് ഡിസ്പ്ലേയുടെ അത്ര പോരാ, എന്നാലും നോർമൽ LCD ഡിസ്പ്ലേയുടെ കാട്ടും അത്യാവശ്യം വൈബ്രൻ്റായ കളേഴ്സാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങളൊരു നോർമൽ LCD ഡിസ്പ്ലേ ആൻഡ് PLS LCD ഡിസ്പ്ലേ സൈഡ് ബൈ സൈഡ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും PLS LCD ഡിസ്പ്ലേ കുറച്ചുകൂടി വൈബ്രൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ആംബ്ലറ്റ് ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അത്രയ്ക്ക് പോരാ. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് മീൻസ് മൂവീസ് കാണുകയാണെങ്കിലും സീരീസ് കാണുകയാണെങ്കിലും യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ഡിസപ്പോയിൻ്റ് ആവില്ല. പക്ഷേ ആംബ്ലറ്റ് ഡിസ്പ്ലേയിൽ കിട്ടുന്ന അത്ര നല്ല എക്സ്പീരിയൻസ് ഈ ഡിസ്പ്ലേയിൽ കിട്ടില്ല. ഇനി അടുത്തത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡൗൺ ഫയറിംഗ് സ്പീക്കറാണ് കിട്ടുന്നത്, ഒരു സിംഗിൾ സ്പീക്കറാണ് കിട്ടുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ഒരു സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ആ രസം ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു സിംഗിൾ സ്പീക്കറിൽ. അപ്പോൾ സ്പീക്കറിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഒരു ആവറേജ് സ്പീക്കർ ക്വാളിറ്റിയാണ് നമുക്ക് സാംസങ് ഗാലക്സി F14 കിട്ടുന്നത്. അടുത്തത് നമുക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് ക്വാളിറ്റിനെ പറ്റി നോക്കാം. നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് പറയാന്ന് വെച്ചാൽ കോൾ ഡ്രോപ്സ് ഒന്നും ഇതുവരെയ്ക്ക് കാണാൻ കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഞാൻ ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ജിയോൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊരു എയർടെൽ യൂസർ ആണെങ്കിൽ എയർടെലിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് താഴത്ത് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ജിയോൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയെന്ന് വെച്ചാൽ 4Gയിൽ ജിയോൻ്റെ സ്പീഡൊക്കെ അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. പക്ഷേ 5Gയിൽ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ വേറെ ഏതെങ്കിലും റിയൽമി, റെഡ്മിയോ ഇല്ലെങ്കിൽ മോട്ടോറുടെ ഫോണായിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ 5G സ്പീഡ് ഇതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കുറവാണ്. 5G സ്പീഡ് കുറവാണ് കമ്പയർ ടു ദോസ് മൊബൈൽസ്. ഓക്കെ, അപ്പോൾ 5G സ്പീഡിൽ എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ 4G സ്പീഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ കോൾ ഡ്രോപ്സ് ഒന്നും കാണാൻ കിട്ടില്ല. ഇനി അടുത്തത് ബാറ്ററി ലൈഫ് ആൻഡ് ചാർജിങ് സ്പീഡിനെ പറ്റി നോക്കാം. ബാറ്ററി ലൈഫ് പറയാന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ യൂസേജിൽ എല്ലാവരുടെയും സ്ക്രീൻ ഓൺ ടൈം വ്യത്യാസമായിരിക്കും. പക്ഷേ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം ഞാനൊരു ഹെവി യൂസറാണ്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എനിക്ക് 9 to 9.5 hours സ്ക്രീൻ ഓൺ ടൈം എനിക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. മീൻസ് രാവിലെ ഒരു 6 മണിക്ക് ഫുൾ ചാർജ്, മീൻസ് രാത്രിയാണ് ഞാൻ ചാർജ് ചെയ്യാറ്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് ഞാൻ ചാർജിന് എടുത്തു കഴിഞ്ഞാൽ രാത്രി ഒരു 9-9:30 ആകുമ്പോഴേക്കും എനിക്കൊരു 20 to 25% ബാക്കി ഉണ്ടാവുന്നില്ല. എങ്ങനെ പോയാലും എത്ര ഹെവി യൂസ് ചെയ്താലും ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൽ കില്ല് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ ഗെയിംസാണ് ഫുൾ ഡേ കളിക്കാന്ന് വെച്ചാൽ ഇത് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അത്ര ഗെയിംസൊന്നും കളിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് ഒരു ദിവസത്തെ ഫുൾ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങളൊരു നോർമൽ യൂസറാണെങ്കിൽ നിങ്ങൾക്ക് 1.5 days ബാറ്ററി ലൈഫ് ഇതിൽ കിട്ടും. അപ്പോൾ ബാറ്ററി ലൈഫ് ഇതിൽ ഭയങ്കര ഇമ്പ്രസീവാണ്. അപ്പോൾ അടുത്ത് ഇതിൻ്റെ ചാർജിങ് സ്പീഡിനെ പറ്റി നോക്കാം. ചാർജിങ് സ്പീഡ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ സാംസങ്ങിൻ്റെ 25 watt ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഞാൻ സാംസങ്ങിൻ്റെ ചാർജറല്ല യൂസ് ചെയ്യാറ്, പോക്കോൻ്റെ ഒരു 27 watt ചാർജറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ 2% to 100% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 2 hours 35 minutes പിടിക്കുന്നുണ്ട് ഇത് ഫുൾ ചാർജായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കിത് വലിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടില്ല, ബിക്കോസ് ഞാൻ രാത്രിയാണ് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ വെക്കാറ്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾ അധികം ഗെയിംസൊക്കെ കളിക്കുന്ന ഒരാളാണെങ്കിൽ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടി വരും, നന്നായിട്ട് ഗെയിംസ് കളിക്കുന്ന ഒരാളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം തോന്നിക്കും, ബിക്കോസ് ഒരു 2 hours 35 minutes പിടിക്കും ഇത് ഫുൾ ചാർജായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കാൻ വെച്ചാൽ ഞാൻ ബ്രീഫായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞുതരാം. ഇത് 4GB 6GB റാം വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ Exynos 1330 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റോറേജ് ടൈപ്പ് നോക്കാന്ന് വെച്ചാൽ UFS 2.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് 6GB റാം വേരിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സജസ്റ്റ് ചെയ്യണു, ഈ ഫോൺ മാത്രമല്ല ഏത് ഫോൺ മേടിക്കുകയാണെങ്കിലും അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 or 12,000 അറ്റ്ലീസ്റ്റ് ഒരു 6GB റാം വേരിയൻ്റെ കൂടെ പോവുക. നിങ്ങളൊരു ലോങ് ടേമിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. ബിക്കോസ് 4GB റാം വേരിയൻറ്റ് നിങ്ങൾ മേടിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആപ്ലിക്കേഷൻസൊക്കെ വരുന്നുണ്ടല്ലോ, അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ റാം നന്നായിട്ട് കൺസ്യൂം ആവും. അപ്പോൾ 4GB റാം തീരെ പോരാ ആ ആപ്ലിക്കേഷനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6GB റാം വേരിയൻ്റെ കൂടെ പോവുക ഏത് ഫോൺ മേടിക്കുകയാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ Exynos 1330 പ്രോസസ്സർ അത്ര
പവർഫുള്ളായ പ്രൊസസ്സറാണ്. ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നില്ല. ഇതിൽ ഞാൻ ഗെയിംസൊക്കെ കളിക്കാറുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാറുണ്ട്, പിന്നെ അസ്ഫാൾട്ട് കളിക്കാറുണ്ട്, പിന്നെ മിലിറ്ററി കളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊന്നും വലിയ പ്രശ്നം തോന്നിയിട്ടില്ല എനിക്ക്. മീൻസ് ഹയർ സെറ്റിങ്സിലൊന്നും കളിക്കാൻ പറ്റില്ല, ലോവർ സെറ്റിങ്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാഗ് ഇല്ലാതെ കളിക്കാൻ പറ്റും ഇതിൽ. പക്ഷേ നിങ്ങൾ UI നന്നായിട്ട് ഹെവി ആയിട്ട് യൂസൊക്കെ ചെയ്യുകയാണ് വെച്ചാൽ, മീൻസ് ഇൻസ്റ്റാഗ്രാം എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വിട്ടിട്ട് സ്നാപ്ചാറ്റിലേക്ക് സ്നാപ്ചാറ്റിന് പോയിട്ട് നിങ്ങൾ യൂട്യൂബ് എടുക്കുക, യൂട്യൂബ് എടുത്ത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ലാഗ് തോന്നിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഒരു 10,000 അടിയിൽ വരുന്ന ഒരു ഫോണാണത്. അതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ള പെർഫോമൻസ് കിട്ടും. നിങ്ങൾക്കൊരു മിഡ് റേഞ്ച് ഇല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പിൻ്റെ പെർഫോമൻസ് എന്തായാലും ഓബ്വിയസ്ലി കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്ത് വിടുക. ബിക്കോസ് അത്ര പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000. അപ്പോൾ അത്യാവശ്യം ലാഗൊക്കെ കാണാൻ കിട്ടും നിങ്ങൾ ഒരു ആപ്ലിക്കേഷന് വേറെ ആപ്ലിക്കേഷൻ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ലാഗിൻ്റെ പ്രശ്നമുണ്ട് ഇതിൽ. പക്ഷേ ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പം തോന്നില്ല അതിൽ. മീൻസ് UI ഒക്കെ നല്ല സ്മൂത്താണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു ജിറ്റർ തോന്നും ഇതിൽ. പിന്നെ ഇവിടെ 90 Hz റിഫ്രഷ് റേറ്റ് അതുകൊണ്ട് സ്ക്രീൻ നല്ല സ്മൂത്താണ്. ഓക്കെ, പിന്നെ ഗെയിമിങ്ങിലൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോണല്ല, പക്ഷേ ലോവർ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. നിങ്ങളൊരു കാഷ്വൽ ഗെയിമറാണ് എൻ്റെ മാതിരി ആണെങ്കിൽ, നിങ്ങൾക്ക് ബോറടിക്കുന്ന സ്ഥലത്ത് ഗെയിംസ് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ് ഈ ഫോൺ. ഒരു പ്രശ്നവും വരില്ല. പക്ഷേ നിങ്ങൾ നന്നായിട്ടൊരു ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഫോൺ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. പിന്നെ റാം മാനേജ്മെൻറ്റിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ 6GB റാം വേരിയൻറ്റിൽ ഈ ആപ്ലിക്കേഷനൊക്കെ മെമ്മറിയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് റാം മാനേജ്മെൻറ്റിലേക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല സാംസങ് ഗാലക്സി F14. അപ്പോൾ അടുത്ത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റീനെ പറ്റി നോക്കാം. ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ സെൻസർ 50 MP സെൻസറാണ് കിട്ടുന്നത്, 2 MP മാക്രോ സെൻസർ. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയെന്ന് വെച്ചാൽ 13 MP സെൻസറാണ് കിട്ടുന്നത്. ഇപ്പോൾ ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഇവിടെ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 തന്നെ എനിക്ക് പറയാം ഇതിൻ്റെ അത്ര നല്ലൊരു ഫോട്ടോ എടുക്കുന്ന ഫോൺ എനിക്ക് ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല. മോട്ടോറോള ആയിക്കോട്ടെ, റിയൽമി ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, പൊക്കോ ആയിക്കോട്ടെ, ഏത് ഫോണായിക്കോട്ടെ, ഇത്ര നല്ല ക്യാമറ ക്വാളിറ്റി വേറെ ഒരു ഫോണിലേക്ക് കാണാൻ കിട്ടിയിട്ടില്ല പേഴ്സണലി. പിന്നെ ഇതിലൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് കാണാൻ കിട്ടുന്നില്ല സാംസങ് ഗാലക്സി F14. ആ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഡ്രോബാക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വെരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും സാംസങ് ഗാലക്സി F14. അപ്പോൾ നിങ്ങൾ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോ എടുക്കുക, അപ്പോൾ നല്ല ക്യാമറ ക്വാളിറ്റിയാവും ഇതിൽ കിട്ടുന്നത്. ഓക്കെ, അതേമാതിരി വീഡിയോ ക്വാളിറ്റിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്റ്റഡി മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. 1080 30 FPS നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുക, വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുക. ബിക്കോസ് ഓഫ് ദ ലിമിറ്റേഷൻ ഓഫ് ദ Exynos പ്രോസസ്സർ നമുക്കിവിടെ 4K വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി 1080 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വീഡിയോസൊക്കെ അത്യാവശ്യം സ്റ്റേബിളാണ്, നിങ്ങൾക്ക് വലിയ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000. അപ്പോൾ ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കാൻ വെച്ചാൽ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ക്യാമറയാണ് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000. ഐ തിങ്ക് ദിസ് ഈസ് ദ വൺ യു ഷുഡ് ഗോ വിത്ത്. ഓക്കെ, അപ്പോൾ നീ കൺക്ലൂഷൻ പറയാന്ന് വെച്ചാൽ അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 സ്റ്റിൽ ഐ തിങ്ക് സാംസങ് ഗാലക്സി F14 ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ യു ക്യാൻ ബൈ അണ്ടർ 10,000. ഓക്കെ, ക്യാമറ ക്വാളിറ്റി നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ആണെങ്കിൽ ഈ ഫോണിൻ്റെ കൂടെ നിങ്ങൾക്ക് പോവാം. പിന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ കൂടെ പോവാം. പിന്നെ നോർമൽ LCD ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് വേറെ 10,000 അടിയിൽ കിട്ടുന്ന ഫോണിലൊക്കെ കാണാൻ കിട്ടുന്നത്. അതിൻ്റെ ആയിട്ട് നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഫോണിൽ സാംസങ് ഗാലക്സി F14. അതേമാതിരി പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ പെർഫോമൻസ് വൈസാണ് ഇവിടെ എനിക്ക് ചെറുതായിട്ടൊരു പ്രശ്നം തോന്നിയിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ നിങ്ങൾ ഒരു ആപ്പിന് മറ്റേ ആപ്പിലേക്കും പെട്ടെന്ന് മാറ്റുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ലാഗ് കാണാൻ കിട്ടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോണിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ലാഗ് കാണാൻ കിട്ടുമെന്ന്. പിന്നെ കോൾ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്, പക്ഷേ ഒരു ഡ്രോബാക്ക് ഉണ്ട്, ഇവിടെ 5G നെറ്റ്വർക്ക് സ്പീഡ് കുറവാണ് കമ്പയർഡ് ടു എനി അതർ ഫോൺസ് ഇൻ ദിസ് പ്രൈസ് റേഞ്ച്. ഓക്കെ, ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ യു ക്യാൻ ബൈ അണ്ടർ 10,000. എൻ്റെ 100% റെക്കമെൻഡേഷനാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.